ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം നാരായണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗവദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ കുചേലോപാഖ്യാനത്തിലാണ്. അതിൽ 1-ാം അധ്യായം കഴിഞ്ഞു. ഇനിയൊരു അധ്യായം കൂടിയുണ്ട്. 2 അധ്യായങ്ങളിലായിട്ടാണ് കുചേലോപാഖ്യാനം വർണ്ണിച്ചിരിക്കുന്നത്. 80-ാം അധ്യായം കഴിഞ്ഞു. 81-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ നമ്മളിന്നലെ അവസാനം കണ്ട ഭാഗം ഭഗവാനും കുചേലനുമായിട്ട് ഗുരുകുലത്തിൽ കഴിഞ്ഞ സന്ദർഭത്തിലുണ്ടായ ആ ഒരു അനുസ്മരണം, ഒരു കഥയെക്കുറിച്ച് അനുസ്മരിച്ചു. ആ വിറക് കൊണ്ടുവരാനായിട്ട് പോയ മഴ പെയ്ത രാത്രി മുഴുവൻ മഴ കൊണ്ടും ഇരുട്ടത്ത് പേടിച്ച് വിറച്ചും കഴിച്ചു കൂട്ടിയതായിട്ടുള്ള ആ ഒരു കഥ, അതിനെ തുടർന്ന് ഗുരു വന്ന് അനുഗ്രഹിച്ച രംഗം എല്ലാം വർണ്ണിച്ചു. അങ്ങനെ ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ ഒരു മനുഷ്യൻ്റെ ജന്മം പരിപൂർണമാകുന്നുള്ളൂ, മോക്ഷത്തിനവൻ അർഹനായി തീരുന്നുള്ളൂ എന്നുള്ള തത്വം പറഞ്ഞ് പിന്നീട് കുചേലൻ ഭഗവാന് ഗുരുകുലത്തിൽ വസിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? ഭഗവാന്റെ വാക്കുകൾ തന്നെയാണ് വേദങ്ങൾ. ഭഗവാന്റെ ശരീരം ശ്രേയസിൻ്റെ മുഴുവൻ വിളനിലമാണ്. അങ്ങനെയുള്ള ഭഗവാന് ഗുരുകുലത്തിൽ വാസം എന്നുള്ളത് അത്യന്ത വിഡംബനം, ലോകത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു നാട്യം. അതുകൊണ്ട് ഞങ്ങളാണ് വാസ്തവത്തിൽ അനുഗ്രഹീതരായത്. ഞങ്ങൾക്ക് എന്തു തന്നെ സാധിച്ചില്ല, എല്ലാം സാധിച്ചതുപോലെയാണ് അങ്ങയുടെ കൂടെ കുറച്ചു കാലം ആ ഗുരുകുലത്തിൽ കഴിഞ്ഞതുകൊണ്ടുണ്ടായ ഗുണം. അങ്ങനെയെല്ലാം പറഞ്ഞ് അവരുടെ സംവാദം അവിടെ സമർപ്പിച്ചു. ഇനി ഭഗവാൻ കുചേലൻ വന്ന കാര്യം എന്താന്ന് എന്താ പറയുക, സർവ്വ അന്തര്യാമിയായിരിക്കുന്ന സർവാത്മാവായ ഭഗവാന് വ്യക്തമായിട്ട് അറിയാം. കുചേലൻ ആവശ്യപ്പെട്ടില്ലെങ്കിലും കുചേലൻ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. അതുപോലും അദ്ദേഹം വിസ്മരിച്ച ഒരവസ്ഥയാണ്. എന്തിനാണ് താൻ വന്നത് എന്നുള്ളത് പോലും വിസ്മരിച്ചിരിക്കുകയാണ്. കാരണം ഭഗവാനെ കാണുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആഗ്രഹം. അയം ഹി പരമോലാഭ ഉത്തമശ്ലോക ദർശനം. ആ ഉത്തമശ്ലോകനെ ദർശിക്കുക എന്ന ഒറ്റ ഉദ്ദേശ്യം ഉണ്ടായിരുന്നുള്ളൂ. ആ ഭഗവാനെ കണ്ട് ഭഗവാന്റെ സൽക്കാരങ്ങളെല്ലാം ഏറ്റുവാങ്ങി ഭഗവാന്റെ സ്നേഹപ്രകടനങ്ങളെല്ലാം അനുഭവിച്ച് നിറഞ്ഞിരിക്കുന്ന നിർവൃതിയിൽ അദ്ദേഹത്തിന് എതിര് വന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ഓർമ്മയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം അദ്ദേഹത്തെ കാര്യമായിട്ട് സ്പർശിച്ചിട്ടില്ല. എത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും അദ്ദേഹം അതിനതീതനായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വിസ്മരിച്ചിരുന്നു. എതിർച്ചാലാപ സന്തുഷ്ടനായതുകൊണ്ടുള്ള ആ ഒരു വ്യത്യാസമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പത്നിക്കായിരുന്നു എന്തെങ്കിലും ഭഗവാനിൽ നിന്ന് ചോദിച്ചു മേടിക്കണം എന്നുള്ളതായിട്ടുള്ള നിർബന്ധം. പത്നിയുടെ അജണ്ട അതനുസരിച്ച് അദ്ദേഹം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കിയ പത്നിയുടെ ഹൃദയം മനസ്സിലാക്കിയ പതിവ്രതയുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ധാർമ്മികമായിട്ടുള്ള ആ ഒരു ആവശ്യം നടത്തി കൊടുക്കേണ്ടതാണെന്ന് ഭഗവാൻ നിശ്ചയിച്ചു. അങ്ങനെ ഭഗവാൻ കുചേലനെ അനുഗ്രഹിക്കുന്ന ആ കഥയാണ് നമ്മൾ ഈ അധ്യായത്തിൽ ഇനി വായിക്കാൻ പോകുന്നത്. ശരിക്കുള്ള കുചേല അനുഗ്രഹം, കുചേലാനുഗ്രഹം എന്നുള്ളതിനേക്കാൾ കുചേല പത്നിയെ അനുഗ്രഹിക്കുന്ന ആ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വായിക്കാം.
ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഏകാശീതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. സ ഇത്തം ദ്വിജമുഖ്യേന സഹ സങ്കഥയൻ ഹരിഃ സർവഭൂതമനോഭിജ്ഞഃ സ്മയമാന ഉവാച തം. ബ്രഹ്മണ്യോ ബ്രാഹ്മണം കൃഷ്ണോ ഭഗവാൻ പ്രഹസൻ പ്രിയം പ്രേംണാ നിരീക്ഷണേനൈവ പ്രേക്ഷൻ ഖലു സദാം ഗതിഃ. ശ്രീഭഗവാനുവാച. കിമുപായനമാനീതം ബ്രഹ്മന്മേ ഭവതാ ഗൃഹാത് അണ്വപ്യുപാഹൃതം ഭക്തൈഃ പ്രേംണാ ഭൂര്യേവ മേ ഭവേത്. ഭൂര്യപ്യഭക്തോ ബഹൃതം ന മേ തോഷായ കൽപ്പത്തെ. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അസ്നാമി പ്രയതാത്മനഃ. ഇത്യുക്തോ വിദ്വിജസ്തസ്മൈ വ്രീഡിതഃ പതയേ ശ്രിയഃ പൃഥുഗപ്രസൃതിം രാജൻ അപ്രായച്ഛത് അവാങ്മുഖഃ. സർവഭൂതാത്മദൃക് സാക്ഷാത് തസ്യാഗമനകാരണം വിജ്ഞായ ചിന്തയന്നായം ശ്രീകാമോ മാഭജത്പുര. പത്ന്യാഃ പതിവ്രതായാസ്തു സഖാ പ്രിയചികീർഷയ പ്രാപ്തോ മാം അസ്യ ദാസ്യാമി സമ്പദോ അമർത്യ ദുർലഭാഃ. ഇത്തം വിചിന്യ വസനാത് ചീരബദ്ധാദ്വിജന്മനഃ സ്വയം ജഹാര കിമിദം ഇതി പൃഥുകതണ്ഡുലാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ 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 ഹരേ നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇത്തം വിചിന്യ വസനാത് ചീരബദ്ധാദ്വിജന്മനഃ സ്വയം ജഹാര കിമിദം ഇതി പൃഥുകതണ്ഡുലാൻ. നന്വേതതുപനീതം മേ പരമപ്രീണനം സഖേ തർപ്പയന്ത്യംഗമാം വിശ്വം ഏതേ പൃഥുകതണ്ഡുലാഃ. ഇതി മുഷ്ടിം സകൃജ്ജഗ്ധ്വാ ദ്വിതീയാം ജഗ്ധുമാദദേ താവത് ശ്രീർജഗൃഹേ ഹസ്തം തൽപരാ പരമേഷ്ടിനഃ. ഏതാവകാലം വിശ്വാത്മൻ സർവസമ്പൽ സമൃദ്ധയേ അസ്മിൻ ലോകേ ദവാമുഷ്മിൻ പുംസഃ ത്വത്തോഷകാരണം. ബ്രാഹ്മണസ്താം തു രജനീമുഷിത്വാച്യുതമന്ദിരേ ഭുക്ത്വാ പീത്വാ സുഖം മേനേ ആത്മാനം സ്വർഗദം യദാം. ശോഭൂതേ വിശ്വഭാവേന സ്വസുഖേനാഭിവന്ദിതഃ ജഗാമസ്വാലയം താത പഥി അനുവ്രജ്യ നന്ദിതഃ. സ ചാലബ്ധ്വാ ധനം കൃഷ്ണാത് ന തു യാചിതവാൻ സ്വയം സ്വഗൃഹാൻ വ്രീഡിതോ ഗച്ഛത് മഹദ്ദർശന നിർവൃതഃ. അഹോ ബ്രഹ്മണ്യദേവസ്യ ദൃഷ്ടാ ബ്രഹ്മണ്യതാ മയാ യദ്ദരിദ്രതമോ ലക്ഷ്മീം ആശ്ലിഷ്ടോ ബിഭ്രതോരസി. ക്വാഹം ദരിദ്രഃ പാപീയാൻ ക്വ കൃഷ്ണഃ ശ്രീനികേതനഃ ബ്രഹ്മബന്ധുരിതി സ്മാഹം ബാഹുഭ്യാം പരിരംഭിതഃ. നിവാസിതഃ പ്രിയാജുഷ്ടേ പര്യങ്കേ ഭ്രാതരോ യഥാ महिष्या विजितश्रान्तो वालव्यजनहस्तयां शुश्रूषया परमया पादसंवाहनादिभिः पूजितो देवदेवेन विप्रदेवेन देववद् स्वर्गापवर्गयो पुंसां रसायां भुवि सम्पदां सर्वासामपि सिद्धीनां मूलं तच्चरणार्चनम् अधनोऽयं धनं प्राप्यमाद्यन् उच्चैर्नमां स्मरेत् इति कारुणिको नूनं धनं मे अभूरिनाददात् इति तच्चिन्तयन्नन्दः प्राप्तो निजगृहान्तिकम् सूर्यानलेन्दुसङ्काशैर्विमानैः सर्वतो वृतम्
विचित्रोपवनोद्यानैः कूजद्विजकुलाकुलैः प्रोद्फुल्लकुमुदाम्भोजगल्हारोत्पलवारिभिः जुष्टं स्वलङ्कृतैः पुंभिः स्त्रीभिश्च हरिणाक्षिभिः किमिदं कस्य वा स्थानं कथं तदिदमित्यभूत् एवं मीमांसमानं तं नरा नार्योमरप्रभाः प्रत्यगृह्णन्महाभागं गीतवाद्येन भूयसां पतिमागतमाकर्ण्य पत्नी उद्धर्षादिसम्भ्रमा निश्चक्राम गृहातूर्णं रूपिणी श्रीरिवालयात् पतिव्रता पतिं दृष्ट्वा प्रेमोत्कण्ठाश्रुलोचना मीलिताक्षणमद्बुद्ध्या मनसा परिषस्वजे पत्नीं वीक्ष्य विस्फुरन्तीं देवीं वैमानिकीमिव दासीनां निष्ककण्डीनां मध्ये बान्धीं सविस्मितः प्रीतः स्वयं तया युक्तः प्रविष्टो निजमन्दिरं मणिस्तम्भशतोपेतं महेन्द्रभवनं यदा पयभ्येन निभाशय्यादान्दारुक्मपरिच्छदाः पर्यङ्गा हेमदण्डानि चामरव्यजनानि च आसनानि च हैमानि मृदूपस्तरणानि च मुक्तागामविलम्बीनि वितानानि द्युमन्ति च स्वच्छस्फटिककुड्येषु महामारकदेषु च रत्नदीपा भ्राजमाना ललना रत्नसंयुताः विलोक्य ब्राह्मणस्तत्र समृद्धिः सर्वसम्पदां तर्कयामास निर्व्यग्रः स्वसमृद्धिम् अहैतुकीम् नूनं वदैतन्मम दुर्भगस्य शश्वद्दरिद्रस्य समृद्धिहेतुः महाविभूतेरवलोकतोऽन्यो नैवोपपद्येत यदुत्तमस्य नन्वब्रुवाणो दिशते समोक्षं याचिष्णवे भूर्यपि भूरिभोजः पर्जन्यवत्तत्स्वयमीक्षमाणो दासार्हकाणां ऋषभः सखामि किञ्चित् करोत्युर्वपि यत् स्वदत्तं सुहृत्कृतं भल्यपि भूरिकारी मयोपनीतां प्रदुकैकमुष्टिं प्रत्यग्रहीत् प्रीतियुतो महात्मा तस्यैव मे सौहृदसख्यमैत्री दास्यं पुनर्जन्मनि जन्मनि स्यात् महानुभावेन गुणालयेन विषज्जतस्तत्पुरुषप्रसङ्गः तस्यैव मे सौहृदसख्यमैत्री दास्यं पुनर्जन्मनि जन्मनि स्यात् महानुभावेन गुणालयेन विषज्जतस्तत्पुरुषप्रसङ्गः भक्ताय चित्रा भगवान् हि सम्पदो राज्यं विभूतिर्न समर्थयत्यजः अदीर्घबोधाय विचक्षणस्वयं पश्यन्निपातं धनिनां मदोद्भवम् इत्थं व्यवसितो बुद्ध्या भक्तो देवजनार्दने विषयान् जायया त्यक्ष्यन् बुभुजेनादिलम्बडः तस्य वै देवदेवस्य हरेर्यज्ञपतेः प्रभोः ब्राह्मणा प्रभवो दैवं न तेभ्यो विद्यते परम् एवं स विप्रो भगवत्सुहृत्तदा दृष्ट्वा स्ववृत्त्यैरजितं पराजितं तद्ध्यानवेगोद्ग्रथितात्मबन्धनः तद्धामलेभे अचिरतः सतां गतिम् एतद्ब्रह्मण्यदेवस्य श्रुत्वा ब्रह्मण्यतां नरः लब्धभावो भगवति कर्मबन्धात् विमुच्यते। हरि ओम श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे उत्तरार्धे पृथुगोपाख्यानं नाम 81तमोऽध्यायः। सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द। नारायणाखिलगुरो भगवन्नमस्ते नारायणाखिलगुरो भगवन्नमस्ते नारायणाखिलगुरो भगवन्नमस्ते। नारायण हरे कृष्ण।
നാരായണ. ഹരിയോ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാന ഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. അപ്പോൾ ഭഗവാനും കുചേലനുമായിട്ട് ഗുരുകുലത്തിൽ കഴിഞ്ഞ കാലത്തെ കഥകൾ അനുസ്മരിച്ചു. ഗുരുവിൻ്റെ മാഹാത്മ്യം, ഗുരുകുലവാസ കാലത്തുണ്ടായ ആ ഒരു അനുഗ്രഹം, അതെല്ലാം അനുസ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും മാതൃകയായിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു, ആ ഗുരു ശുശ്രൂഷ തന്നെയാണ് ഏറ്റവും വലിയ പൂജ. ഭഗവാനെ പ്രസാദിപ്പിക്കുവാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം ഗുരുപൂജയാണ്. മറ്റുള്ള തപസ്സോ അല്ലെങ്കിൽ യാഗാദികളോ കുലമഹിമയോ ഉപശമമോ ഇതുകൊണ്ടൊന്നും ഗുരുശുശ്രൂഷ കൊണ്ട് ഞാൻ പ്രസാദിക്കുന്നത് പോലെ പ്രസാദിക്കില്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോൾ ആ ഗുരുശുശ്രൂഷയുടെ മഹിമയാണ് ഈ ഭഗവാനും കുചേലനും തമ്മിലുള്ളതായിട്ടുള്ള സംവാദത്തിൻ്റെ ഹൃദയം എന്ന് പറയാം, സാരം എന്ന് പറയാം. അങ്ങനെയുള്ള ആ സംവാദം അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ ഭഗവാൻ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു കുചേലനെയും കുടുംബത്തെയും. അങ്ങനെ എന്താ ഭഗവാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഭഗവാൻ അനുഗ്രഹിക്കുന്നത്, ഇതെല്ലാമാണ് കാണാനിരിക്കുന്നത്. നമ്മൾ വായിച്ചു നോക്കാം ഓരോ ശ്ലോകമായിട്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഏകാശീതിതമോധ്യായഃ. ശ്രീശുക ഉവാച. സയിത്തം ദ്വിജമുഖ്യേന സഹ സങ്കദയൻ ഹരിഃ സർവഭൂതമനോഭിജ്ഞഃ സ്മയമാന ഉവാച തം. ശ്രീശുക ഉവാച. സയിത്തം ദ്വിജമുഖ്യേന സഹ സങ്കദയൻ ഹരിഃ സർവഭൂതമനോഭിജ്ഞഃ സ്മയമാന ഉവാച തം. സുഖബ്രഹ്മർഷി കഥ തുടരുന്നു. സഹ യുദ്ധം ദ്വിജമുഖ്യേന സഹ സങ്കദയൻ ഹരിഹി. ഇവിടെ ഹരിഹി ഭഗവാൻ, സഹ ഹരിഹി ആ ഹരി, ആ ഭഗവാൻ എല്ലാവരുടെ ദുഃഖങ്ങളെയും ഹരിക്കുന്നവനാണ്, എല്ലാവരുടെ പാപങ്ങളെയും ഹരിക്കുന്നവനാണ്. അങ്ങനെയുള്ള ആ ഹരി ഇവിടെ ഹരിക്കാൻ പോകുന്നുണ്ട്. എന്താണ്? കുചേലന്റെ കയ്യിലുള്ള അവിൽ പൊതിയെ അല്ലേ. അപ്പോൾ ഹരിഹി അപഹരിക്കുന്ന, എല്ലാം അപഹരിച്ചെടുക്കുന്നവനാണ് ഹരി. ആ ഹരി ഇത്തം ഇപ്രകാരം ദ്വിജമുഖ്യേന സഹ ആ ബ്രാഹ്മണോത്തമനായ കുചേലനുമായിട്ട് സങ്കദയ സമ്യക് കഥനം ചെയ്തിട്ട് നന്നായി അവരുടെ ഗുരുകുലവാസകാലത്തെ കാര്യങ്ങളെല്ലാം സംഭാഷണം ചെയ്തുകൊണ്ട് സർവഭൂതമനോഭിജ്ഞഃ ഭഗവാൻ സർവഭൂതങ്ങളുടെയും മനസ്സിനെ അഭിജ്ഞനാണ്. അഭിജ്ഞൻ എന്ന് പറഞ്ഞാൽ അഭിതഃ ജാനാതി, നന്നായി അറിയുന്നു എന്നർത്ഥം. പ്രത്യക്ഷമായി അറിയുന്നവൻ എന്നാണ് അഭിജ്ഞ എന്ന വാക്കിൻ്റെ അർത്ഥം. അഭിതഃ എന്ന് പറഞ്ഞാൽ മുമ്പിൽ എന്നാണ് അർത്ഥം. അഭിതഃ ജാനാതി, മുമ്പിൽ എന്ന പോലെ അറിയുന്നു എന്ന് പറഞ്ഞാലോ പ്രത്യക്ഷമായി അറിയുന്നു, സംശയരഹിതമായിട്ട് അറിയുന്നു, കരതലാമലകം പോലെ അറിയുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ഇവിടെ സർവഭൂത മനോഭിജ്ഞ, സകല ഭൂതങ്ങളുടെയും മനസ്സിനെ നല്ലതുപോലെ അറിയുന്നു. കാരണം എല്ലാവരുടെയും മനസ്സിൽ കുടികൊള്ളുന്നത് ഭഗവാൻ തന്നെയാണ്. എല്ലാവരുടെയും മനസ്സിനെ പ്രകാശിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ആത്മാവായിരിക്കുന്ന ഭഗവാനാണ്. ഭഗവാന്റെ വെളിച്ചത്തിലാണ് മനസ്സ് പ്രകാശിക്കുന്നത്, മനസ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഭഗവാൻ അറിയാത്ത ആരുടെയെങ്കിലും മനസ്സുണ്ടാകുമോ? ഇല്ല. അപ്പൊ എല്ലാം അറിയുന്ന ഭഗവാൻ ഒന്നും അറിയാത്തവനെ പോലെ സ്മയമാനഃ പുഞ്ചിരിച്ചുകൊണ്ട് തമ്മുവാച അവനോട് പറഞ്ഞു, കുചേലനോട് പറഞ്ഞു. അപ്പൊ താനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിലാണ് ഭാവിക്കുക ഭഗവാൻ, എല്ലാം അറിഞ്ഞിട്ടും. അപ്പോ ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വീണ്ടും ഒരു ശ്ലോകത്തിൽ കൂടെ പറഞ്ഞിട്ടാണ് ഭഗവാൻ
കുചേലനോട് ചോദിക്കുന്നത് എന്താ സമ്മാനം കൊണ്ടുവന്നത് എന്ന്. അപ്പം അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ശ്ലോകം കൂടെ. ബ്രഹ്മണ്യോ ബ്രാഹ്മണം കൃഷ്ണോ ഭഗവാൻ പ്രഹസൻ പ്രിയം പ്രേമണ നിരീക്ഷണേനൈവ പ്രേക്ഷൻ ഖലു സതാം ഗതിഃ. ബ്രഹ്മണ്യോ ബ്രാഹ്മണം കൃഷ്ണോ ഭഗവാൻ പ്രഹസൻ പ്രിയം പ്രേമണ നിരീക്ഷണേനൈവ പ്രേക്ഷൻ ഖലു സദാം ഗതിഃ. അപ്പോ ഭഗവാൻ ബ്രഹ്മണ്യൻ എന്നാൽ ബ്രാഹ്മണ ഭക്തൻ, ബ്രാഹ്മണ പ്രിയൻ, ബ്രാഹ്മണനെ ബഹുമാനിക്കുന്നവൻ ഒക്കെ അർത്ഥമാണ്. ബ്രഹ്മണ്യ, ബ്രാഹ്മണർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവൻ. അങ്ങനെയുള്ള ബ്രഹ്മണ്യനായ ഭഗവാൻ ഐശ്വര്യ പരിപൂർണൻ, സദാംഗതി, എല്ലാ സജ്ജനങ്ങൾക്കും ആശ്രയമാണ് ഭഗവാൻ. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് സാധുക്കളെ പരിത്രാണനം ചെയ്യാനാണ് ഭഗവാന്റെ അവതാരങ്ങൾ പോലും. അപ്പോൾ അങ്ങനെയുള്ള സാധുക്കൾക്ക് അഥവാ സജ്ജനങ്ങൾക്ക് ഗതി, ആശ്രയമാണ്, പ്രാപ്യസ്ഥാനമാണ്, ശരണ്യനാണ് ഭഗവാൻ. അങ്ങനെയുള്ള സദാംഗതി കൃഷ്ണ, ആ കൃഷ്ണൻ പ്രേമണ നിരീക്ഷണേനൈവ പ്രിയം ബ്രാഹ്മണം പ്രേക്ഷൻ പ്രകർഷേണ പ്രഹസൻ. ആ കൃഷ്ണൻ എന്ത് ചെയ്തു? പ്രേമണ നിരീക്ഷണേന ഏവ, പ്രേമത്തോടു കൂടിയതായിട്ടുള്ള നോട്ടം. തൻ്റെ ആ ബാല്യകാല സുഹൃത്ത്, ഗുരുകുല സുഹൃത്ത്, സഹപാഠി ഗുരുബായി അല്ലേ, ആ ഗുരുബായിയെ വളരെ പ്രേമവാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് പ്രിയം ബ്രാഹ്മണം പ്രേക്ഷൻ, തൻ്റെ പ്രിയനായ ആ ബ്രാഹ്മണനെ പ്രകർഷേണ ഈക്ഷിച്ചുകൊണ്ട്, കടാക്ഷിച്ചുകൊണ്ട്, അനുഗ്രഹിച്ചുകൊണ്ട്, പ്രഹസൻ പുഞ്ചിരിച്ചുകൊണ്ട്, ഉവാച എന്ന് മുന്നേ ശ്ലോകത്തിൽ പറഞ്ഞ ഉവാച വിളയ്ക്കും എടുക്കാം, അദ്ദേഹം പറഞ്ഞു എന്നാണ്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ഇരിപ്പും കുചേലന്റെ മുഖത്തേക്കുള്ളതായിട്ടുള്ള ഒരു കള്ളച്ചിരിയോടുകൂടിയതായിട്ടുള്ള വാത്സല്യപൂർവമായിട്ടുള്ള ആ ഒരു നോട്ടവും എല്ലാം നമ്മൾ മനസ്സിൽ കാണാവുന്നതാണ് എന്നർത്ഥം. അപ്പോൾ ഭഗവാന്റെ ഉള്ളിൽ കുചേലനോട് ഒരു ഇതുപോലെ ഉണ്ട്, നമ്മുടെ കള്ള എനിക്ക് കൊണ്ടുവരാനുള്ള സമ്മാനം കൊണ്ടുവന്നിട്ട് എന്തേ തരാത്ത, എന്തേ ഒളിപ്പിച്ചു വച്ചിരിക്കണത് അല്ലേ? അങ്ങ് എൻ്റെ സഹോദര തുല്യനാണ്, എൻ്റെ സഹോദര തുല്യനായ അങ്ങയുടെ പത്നി എനിക്ക് സഹോദര പത്നിയാണ്, എനിക്ക് സഹോദരിക്ക് തുല്യയാണ്. അങ്ങനെയുള്ള ആ അമ്മ കുചേല പത്നി കൊടുത്തയച്ചതായിട്ടുള്ള അവിൽമണി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അവർ പ്രേമപൂർവം ഭക്തിപൂർവം പ്രാർത്ഥിച്ചു കൊടുത്തയച്ചതാണ്. അത് എനിക്ക് തരാതെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഒരു കള്ളനോട്ടത്തോടെ, വാത്സല്യത്തോടെ, അനുഗ്രഹിക്കാനുള്ള ഭാവത്തോടുകൂടി കുചേലനെ നോക്കിയിരിക്കണം. കുചേലൻ തന്നെ കൊടുക്കുവോ നോക്കണം. അതിനുവേണ്ടി ഭഗവാൻ വായ വിട്ട് ചോദിക്കുന്നുണ്ട്. കുചേലനായിട്ട് കൊടുക്കുന്നില്ല, വായ വിട്ട് ചോദിച്ചിട്ടും കൊടുക്കുന്നില്ല. അപ്പോഴാണ് ഭഗവാൻ കയ്യേറ്റം ചെയ്യുന്നത്. അനുഗ്രഹിച്ചേ അടങ്ങൂ എന്നാണ് ഭഗവാന്റെ ഭാവം. കൊടുത്തില്ലെങ്കിലും പിടിച്ചെടുത്ത് അതിനുള്ള അനുഗ്രഹം കൊടുത്തിരിക്കും എന്ന നിശ്ചയത്തോടു കൂടിയിട്ടാണ് അവിടെ ഭഗവാൻ ലീല ചെയ്യുന്നത്. കുചേലനാകട്ടെ ഭഗവാന്റെ ആ കൊട്ടാരത്തിലെ വിഭൂതിയെല്ലാം കണ്ട് ഇങ്ങനെയുള്ള ഈ സ്വർഗം പോലെ ഇരിക്കുന്നതായിട്ടുള്ള ഈ ദ്വാരകയിലേക്ക് തൻ്റെ ഈ 4 പിടി അവിൽമണി എന്തിനു കൊള്ളും, ഭഗവാനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഈ കല്ലും നെല്ലും മേറും എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഈ പൃഥുകം ഭഗവാന്റെ പല്ല് കേടുവരുത്തണ്ട, വായ കേടുവരുത്തണ്ട, ഭഗവാൻ അപ്രീതി ഉണ്ടാവണ്ട എന്ന് വിചാരിച്ച് മറച്ചു പിടിച്ചുകൊണ്ട് ലജ്ജയോടുകൂടി ഇരിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ വായ വിട്ട് ചോദിക്കുകയാണ്. നോക്കൂ, ശ്രീ ഭഗവാനുവാച കിമുപായനമാനീതം ബ്രഹ്മന്മേ ഭവതാ ഗൃഹാത് അന്വപ്യുപാഹൃതം ഭക്തൈഃ പ്രേംണാ ഭൂര്യേവ മേ ഭവേത് ഭൂര്യപ്യഭക്തോ ബഹൃതം നമേ തോഷായ കൽപ്പത്തെ. ശ്രീ ഭഗവാനുവാച കിമുപായനമാനീതം ബ്രഹ്മന്മേ ഭവതാ ഗൃഹാത് അന്വപ്യുപാഹൃതം ഭക്തൈഃ പ്രേംണാ ഭൂര്യേവ മേ ഭവേത്
ഭൂര്യപ്യഭക്തോപഹൃതം നമേ തോഷായ കൽപ്പത്തെ. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, ഭവതാ ഗൃഹാത് കിം ഉപായനം മേ ആനീതം. അല്ലയോ ബ്രാഹ്മണോത്തമ, ഭവതാ ഭവാനാൽ അങ്ങയാൽ ഗൃഹാത് അങ്ങയുടെ ഗൃഹത്തിൽ നിന്ന് കിം ഉപായനം മേ ആനീതം. കിം ഉപായനം എന്താണ് സമ്മാനമായിട്ട് ഉപഹാരമായിട്ട് മേ എനിക്കായിക്കൊണ്ട് ആനീതം കൊണ്ടുവന്നിരിക്കുന്നത്, ആനയിക്കപ്പെട്ടിരിക്കുന്നത്. എന്ത് ഉപഹാരമാണ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്? ഉപഹാരം എന്ന് പറഞ്ഞാൽ സമ്മാനം എന്ന് പൊതുവെ അർത്ഥം. ഭക്ഷണ പദാർത്ഥങ്ങൾക്കും ഉപഹാരം എന്ന് പറയാം. മലയാളികൾ പലഹാരം എന്നാക്കി മാറ്റിയതിന് അല്ലേ. കന്നഡയിൽ ഉപഹാരം എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ടുള്ള ഭക്ഷണത്തിനെയാണ്. ഉപഹാരം എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉപഹാരമാണ്. അതെന്തും ആവാം. അതുപോലെ ഭക്ഷണമായിട്ടും ആവാം ഉപഹാരം എന്ന് പറയുന്നത്, നിവേദ്യം എന്നർത്ഥമാണ്. അപ്പം എന്താണ് ഉപായനം? എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ചദ്രവ്യം എന്താണ്? ഭക്തൈഹി പ്രേമണ ഉപാഹൃതം അണു അപി മേ ഭൂരിയേവ ഭവേത്. ഭക്തൈഹി ഭക്തിയുള്ളവരാൽ, പ്രേമമുള്ളവരാൽ, ഉപാഹൃതം പ്രേമണാ ഉപാഹൃതം പ്രേമപൂർവം കൊണ്ടു നൽകപ്പെടുന്നത്, ഉപഹരിക്കപ്പെടുന്നതായിട്ടുള്ള വസ്തു അണു അപി, നിസാരമായിട്ടുള്ള ചെറിയൊരു വസ്തുവാണെങ്കിൽ പോലും മേ ഭൂരിയേവ ഭവേത്, എനിക്കത് വലുതായി ഭവിക്കും. അപ്പോൾ ഭക്തന്മാർ സമർപ്പിക്കുന്നത് ഒരു ചെറിയ കാര്യമാണെങ്കിലും, നിസാര വസ്തുവാണെങ്കിലും, അണുവാണെങ്കിലും, അല്ലേ, ഗുരുവായൂരപ്പന്റെ കഥകളിൽ ഒരു കുന്നിക്കുരു ആണെങ്കിലും ഭഗവാന് വിശേഷമാണ് എന്നറിയാം. മഞ്ചാടിക്കുരുവോ കുന്നിക്കുരുവോ സമർപ്പിച്ചതുപോലും ഭഗവാൻ പ്രേമപൂർവം സ്വീകരിക്കും. ഭഗവാൻ ഒരു പ്രയോജനമില്ലാത്ത സാധനങ്ങളാണ്, അല്ലേ. ആളുകൾ എന്തൊക്കെ കൊണ്ടാണ് തുലാഭാരം തൂക്കണ ഗുരുവായൂരിൽ? ചകിരി കൊണ്ട് തുലാഭാരം. എന്താ ഭഗവാൻ ചകിരിയാണോ തിന്നുന്നത്? അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ ആരെന്ത് പ്രാർത്ഥിച്ചാലും ഒരാൾ മനസ്സറിഞ്ഞ് എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ അതുതന്നെ ഭഗവാൻ സ്നേഹപൂർവം സ്വീകരിക്കുന്നത് എന്ന്, അല്ലേ. എത്രയോ കഥകൾ ഗുരുവായൂരോടനുബന്ധിച്ചുണ്ട്. ഒരാൾ ദരിദ്രനായിരുന്ന കാലത്ത് തന്റെ ദാരിദ്ര്യം മാറിയാൽ ചകിരി കൊണ്ട് തുലാഭാരം തൂക്കാം എന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് അയാൾ പെട്ടെന്ന് ധനികനായപ്പോൾ അയാൾക്ക് ചകിരി കൊണ്ട് തുലാഭാരം തൂക്കാൻ മടിയായി. ഇളനീര് കൊണ്ടോ നാളികേരം കൊണ്ടോ ഒക്കെ തൂക്കാൻ തുടങ്ങി. എത്ര തൂക്കിയാലും തൂങ്ങുന്നില്ല. അവസാനം അവിടെയുള്ളവർ ചോദിച്ചു എന്നാ, എന്തുകൊണ്ടാണ് തൂക്കാൻ പ്രാർത്ഥിച്ചത് എന്ന്. അപ്പോഴാണ് ചകിരി കൊണ്ടാണ് എന്ന് പറഞ്ഞത്. എന്നാൽ പിന്നെ ഇതൊക്കെ മാറ്റൂ, ഇളനീരും നാളികേരും ഒക്കെ മാറ്റിയിട്ട് പകരം ചകിരി തന്നെ കൊണ്ടുവന്ന് തൂക്കൂ. ചകിരി കൊണ്ട് തൂക്കിയപ്പോൾ തൂങ്ങി എന്ന് കഥ. ഇങ്ങനെ ഭഗവാന് നിസ്സാര വസ്തുക്കള് ഭഗവാന് നിസ്സാരമായിട്ടൊന്നുമില്ല. എല്ലാം പ്രേമപൂർവം സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന് ഭൂരിയേവ ഭവേത്, വലുതായിട്ട് ഭവിക്കും. ഭഗവാൻ അതിനെ വലുതായിട്ട് കണക്കാക്കും എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഭഗവാൻ സത്യമായിട്ട് തന്നെയാണ് പറയുന്നത്. വെറുതെ നമ്മളെപ്പോലെ എന്താ പറയുക, ഫോർമാലിറ്റിക്ക് വേണ്ടി പറയുകയല്ല, സുഖിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല എന്ന് പറയുക. വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഭഗവാൻ പറയുന്നത്. മേ ഭൂരിയേവ ഭവേത്. എന്നാൽ അഭക്തോപഹൃതം ഭൂരിയപി മേ തോഷായ ന കൽപ്പത്തെ. അഭക്തോപഹൃതം, ഭക്തിയില്ലാത്ത ആളുകളാൽ ഉപഹരിക്കപ്പെട്ടത്, എന്നോട് വേണ്ടത്ര പ്രേമമില്ലാത്ത, എന്നെ അറിയാത്ത, എന്നിൽ നിന്ന് എന്നെ വഞ്ചിക്കാനായിക്കൊണ്ട് എന്തെങ്കിലും കൊണ്ടുതരുന്ന അങ്ങനെയുള്ള അഭക്തന്മാരുടെ ഉപഹാരം നമ്മെ തോഷായ കൽപ്പത്തെ, എന്നെ സന്തോഷിപ്പിക്കുവാൻ അത് സഫിഷ്യൻ്റ് അല്ല എന്നർത്ഥം. അതിന് ശക്തിയില്ല എന്ന് കൽപ്പതേ എന്ന് പറഞ്ഞാൽ അതിന് ശക്തിയില്ല. എന്നെ സന്തോഷിപ്പിക്കാനുള്ള ശക്തി എത്ര വലിയ കാര്യം എനിക്ക് വേണ്ടി അഭക്തന്മാർ കൊണ്ടു തന്നാലും ഞാനത് സ്വീകരിക്കില്ല. കാരണം ഞാൻ സ്വീകരിച്ചാലല്ലേ. അതാണ് അടുത്ത ശ്ലോകത്തിൽ അത് ഉറപ്പിച്ചു പറയുന്നുണ്ട്.
അഭക്തന്മാരുടെ, ഭക്തിയില്ലാത്തവരുടെ കാട്ടിക്കൂട്ടലുകളിലൊന്നും എനിക്ക് താല്പര്യം ഇല്ല. അതൊന്നും ഞാൻ സ്വീകരിക്കാറില്ല. അല്ലേ? അങ്ങനെയുള്ള ആളുകളുടെ ആയിരിക്കും ഈ സ്വർണം കൊണ്ടുള്ളതായിട്ടുള്ള അയ്യപ്പസ്വാമിക്ക് കൊണ്ടുപോയിട്ട് ശബരിമലയിൽ കൊണ്ടുപോയിട്ട് കവചങ്ങളും അല്ലെങ്കിൽ ചുമരിൽ പാളികളും ദ്വാരപാലകന്മാർക്കുള്ള ഗോളകങ്ങളും മുകളിൽ സീലിങ് സ്വർണം കൊണ്ടും, അല്ലേ? ചെമ്പ് പാളിക്ക് പകരം സ്വർണ്ണപ്പാളി കൊണ്ട് മുകളിൽ സീലിംഗ് പണിയുക, അതൊക്കെ ചെയ്യുന്നവർ അവരുടെ ബിസിനസ്സിൽ കുറേ ലാഭം ഉണ്ടാകുമ്പോൾ അതിൽ ചെറിയൊരു ഷെയർ ഭഗവാന് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശ്യമേ ഉള്ളൂ. അല്ലെങ്കിൽ മറ്റു പലരെയും പറ്റിച്ചതിൻ്റെ ഒരു ഷെയർ ആയിരിക്കും അത്. ഒരുപാട് പേരുടെ മനസ്താപം, സങ്കടം ഒക്കെ ഉള്ള മുതലായിരിക്കും. അതിൽ നിന്ന് തങ്ങൾക്ക് ദുരിതമുണ്ടാവാതിരിക്കാൻ, തങ്ങളുടെ പാപത്തിൻ്റെ ആ ഗൗരവം കുറയ്ക്കാൻ വേണ്ടി ചിലർ അവരുടെ കുറ്റബോധം കൊണ്ട് ഭഗവാനെ കൊണ്ട് സമർപ്പിക്കും. അങ്ങനെയുള്ളതൊക്കെ ദേവസ്വം ബോർഡ് പോലെയുള്ള കള്ളന്മാർ, അതിലുള്ള മെമ്പേഴ്സിനെ പോലെയുള്ള കള്ളന്മാർ അടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അത് ഭഗവാൻ സ്വീകരിച്ചിട്ടില്ല. ഭഗവാൻ അതിൻ്റെ ആവശ്യവുമില്ല. വാസ്തവത്തിൽ ശബരിമലയെ പോലൊരു തപോഭൂമിയാണ്, അല്ലേ? ഭഗവാൻ അവിടെ തപസ്സിലിരിക്കുകയാണ്, യോഗഭാവത്തിലാണ്, യോഗപട്ട ആസനത്തിലിരിക്കുകയാണ്. താപസന്മാരെയാണ് ഭഗവാൻ അവിടെ വേണ്ടത്. അതിനാണ് 41 ദിവസത്തെ ആ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തപസ്സോട് കൂടിയിട്ട് അവിടേക്ക് ആളുകൾ ഇരുമുടിക്കെട്ടുമായി പോയി ഭഗവാനെ കണ്ടുവരുന്നത്. അതിന് പകരം ഇതുപോലെയുള്ള പൊങ്ങച്ചക്കാരൊക്കെ പോയിട്ട് അവിടെ സ്വർണമൊക്കെ കൊണ്ട് നിറയ്ക്കാനായിട്ട് ഭഗവാനൊന്നും പറഞ്ഞില്ല. അവിടെ താപസനായിട്ടുള്ള ഭഗവാന് ഒട്ടും വേണ്ട സ്വർണം. അപ്പോൾ ഇതൊക്കെ ബിസിനസ്സുകാരുടെ പണികളാണ്. അവരാണ് അവിടെയുള്ള പൂജാരിമാരെയും തന്ത്രിമാരെയും ഒക്കെ ദുഷിപ്പിക്കുന്നതും. അവിടെയുള്ള ഈ സോക്കോൾഡ് തന്ത്രിമാരും പൂജകന്മാരും ഒക്കെ അവിടേക്ക് പൂജയ്ക്ക് വേണ്ടി പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ധാരാളം, ഒരു വർഷം കൊണ്ട് തന്നെ അവർക്ക് തലമുറകൾക്ക് കഴിയാനുള്ളത് ഉണ്ടാക്കാം. ബാക്കി അവർക്ക് അയ്യപ്പനോട് ഭക്തിയാണെങ്കിൽ അടുത്തുള്ള നാട്ടിൻപുറത്തുള്ള അയ്യപ്പനെ ചെന്ന് സേവിക്കാം. അത് സേവിക്കാറുണ്ടോ? ഇല്ല. അവിടേക്കൊന്നും താല്പര്യമില്ല. അയ്യപ്പ ഭക്തിയൊന്നുമല്ല. അവിടെ പോയാൽ ശബരിമലയിൽ പോയാൽ ഒരു വർഷം കൊണ്ട് കുടുംബത്തിന് മുഴുവൻ തലമുറകൾ ജീവിക്കാനുള്ള ലക്ഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ, കോടികൾ ഉണ്ടാക്കിക്കൊണ്ടുവരാം. ആ ലക്ഷ്യത്തിലാണ് അവിടേക്ക് പോകുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ തന്ത്രിമാരുടെയും മേൽശാന്തിമാരുടെയൊക്കെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ചെന്ന് അവരെ നമസ്കരിച്ച് അവർക്ക് നോട്ട് കെട്ടുകൾ അവരുടെ കാലിൽ സമർപ്പിക്കുന്നത് കാണാം. കെട്ടുകളായിട്ടാണ് സമർപ്പിക്കുക. വലിയ വലിയ കെട്ടുകൾ കൊണ്ട് ചൊരിയും. നമ്മളൊക്കെ 10 രൂപയും 50 രൂപയും മലയാളികൾ കൊടുക്കുമ്പോൾ ഈ തെലുങ്ക് ദേശത്തുനിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്നവർ നോട്ട് കെട്ടുകളാണ് കൊടുക്കുക. അത് മാറ്റിവെക്കാൻ അവരുടെ മക്കളോ ചിങ്കിടികളോ ഒക്കെ കൂടെ ഉണ്ടാവും. അവർ വേഗം അതിനെ മാറ്റി വയ്ക്കും. എനിക്കും കിട്ടിയിട്ടുണ്ട്. അവിടെ പോയി ഇരുന്നപ്പോൾ കുറച്ച് നേരം ഞാൻ ഇരുന്നേയുള്ളൂ ഇവരുടെ കൂട്ടത്തിൽ. ഈ തന്ത്രിമാരുടെ റൂമിൽ ചെന്ന് അവരെ കാണാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ നമ്മൾ ഈ വസ്ത്രത്തിലാണല്ലോ. അപ്പോൾ കാണാൻ വന്നവരൊക്കെ നമ്മുടെ കാൽക്കലും കെട്ടുകൾ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ആളല്ല, എനിക്ക് വേണ്ട, അപ്പുറത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അന്ന് വലിയ തന്ത്രി കണ്ഠരര് മഹേശ്വരര് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് മാറിയിരുന്നു. നിമിഷ നേരം കൊണ്ട് നമ്മുടെ കാൽക്കൽ വന്നു കഴിഞ്ഞു കുറെ. അത്ര ഒരു തരം ഭ്രാന്തന്മാരാണ്. അന്ധവിശ്വാസം എന്നൊന്നും പറഞ്ഞാൽ പോരാ. ഈ പൈസ കൊണ്ട് നല്ല കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാം. അതാണ് ഭഗവാന് പ്രീതികരം. ഭഗവാന് പ്രീതികരമായിട്ടുള്ളത് ഒരുപാട് സേവനങ്ങൾ ചെയ്യാം. നാട്ടിൻപുറത്തുള്ളതായിട്ടുള്ള ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കാം. അവിടെ ശമ്പളം കിട്ടാതിരിക്കുന്ന കഷ്ടപ്പെടുന്നതായിട്ടുള്ള പൂജകന്മാർക്ക് വല്ലതുമൊക്കെ സഹായം ചെയ്യാം.
കഷ്ടപ്പെടുന്നതായിട്ടുള്ള എത്രയോ ശാന്തി കുടുംബങ്ങളുണ്ട്. ആ പാവപ്പെട്ടവരെ സഹായിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ കോടികൾ ഓൾറെഡി ഉള്ളവർ, കാരണം ശബരിമലയിൽ ഈ സെലക്ഷൻ കിട്ടണമെങ്കിൽ തന്നെ ഈ തന്ത്രിക്കും ദേവസ്വം ബോർഡിൽ മെമ്പേഴ്സിനും ഇത്ര ലക്ഷം ആദ്യമേ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം. അപ്പോഴാണ് ഇവരുടെ ലിസ്റ്റിൽ തന്നെ വരിക. അവരെ ലോട്ടിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തിരിക്കും. ലക്ഷങ്ങൾ ആദ്യം കൊടുത്തിരിക്കണം. 20 ലക്ഷം 50 ലക്ഷം എന്നൊക്കെയാണ് കണക്ക്. ഇപ്പം എത്ര ലക്ഷമെന്ന് എനിക്കറിയില്ല. പണ്ട് 20 ലക്ഷം കൊടുത്താലാണ് സെലക്ഷൻ കിട്ടി ലോട്ട് എടുക്കുന്ന ഇതിലേക്ക് ഇവരുടെ പേര് വീഴുക. അപ്പം ആരാണോ അധികം കൊടുക്കുന്നത് ചിലപ്പോൾ അവരുടെ പേരായിരിക്കും വീഴുക. നമുക്ക് വലിയ കച്ചവടമാണ്. ഇതൊക്കെ എന്ന് മാറണോ അന്നേ ഇതൊക്കെ രക്ഷപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെയൊക്കെ കൊള്ളയും അല്ലേ ധൂർത്തും കള്ളത്തരങ്ങളും നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഭക്തിയോടുകൂടി പോവുക. ഭഗവാന് എന്താ പറയുക, ഒരു കാണിപ്പൊന്ന് എന്ന് പറഞ്ഞാൽ 1.25 രൂപ ഇട്ടിട്ട് വരിക. അധികമൊന്നും ഇടാൻ പാടില്ല അല്ലേ. കാണിപ്പൊന്നിട്ടേ പറ്റൂ എന്ന് പറഞ്ഞാൽ 1.25 രൂപ ഭഗവാന് സമർപ്പിച്ചിട്ട് വരിക. വേറെ എന്തൊക്കെയാണ് നമ്മൾക്ക് ഭക്തിപൂർവ്വം ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തിട്ട് മടങ്ങി വരിക. അല്ലാതെ ഇവർക്കൊന്നും കാശ് കൊടുത്ത് അവരെയൊന്നും നശിപ്പിക്കാതിരിക്കുക, ധൂർത്തന്മാരാക്കാതിരിക്കുക. പാവപ്പെട്ട ക്ഷേത്രങ്ങളിൽ, നാട്ടുംപുറത്തുള്ള ക്ഷേത്രങ്ങളിൽ പാവപ്പെട്ട ശാന്തിമാർക്ക് നിങ്ങൾ നല്ലോണം കൊടുക്കും. അവർ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ നിന്ന്, ആരും സഹായമില്ലാതെ ഒരു വഴിപാട് പോലും വരാതെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് എന്തൊരാശ്വാസവും അവരുടെ കുടുംബം കഷ്ടപ്പെടുന്നവർ രക്ഷപ്പെടും. അല്ലാതെ മഹാക്ഷേത്രങ്ങൾ, ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മഹാക്ഷേത്രങ്ങൾ, വരുമാനം ധാരാളമുള്ള ക്ഷേത്രങ്ങളിലൊന്നും ശാന്തിക്കാർക്കൊന്നും 10 പൈസ കൊടുക്കാതിരിക്കൂ. ഇപ്പോൾ പറഞ്ഞു വന്നത് അഭക്തോപഹൃതം നമേ ദോഷായ കൽപ്പത്തെ. അഭക്തന്മാർ ഉപഹരിച്ചത് എന്നെ സന്തോഷിപ്പിക്കാൻ പോരാ, ഞാൻ അതിൽ സന്തോഷിക്കുന്നില്ല എന്ന് പറയുകയാണ്. അതിന് ഭഗവാൻ പറയണു, എനിക്ക് ഒരുപാടൊന്നും വേണ്ട, നിസ്സാര വസ്തുക്കൾ മതി. പ്രേമപൂർവം അതിൻ്റെ ആ പ്രേമത്തിൻ്റെ പ്രകടനമായി എന്തെങ്കിലും എനിക്ക് തന്നാൽ ഞാൻ സന്തോഷിക്കുന്നു. ഒന്നും തന്നില്ലെങ്കിലും ആ മനസ്സിൻ്റെ കൊടുക്കാനുള്ള, ഭഗവാന് വേണ്ടി എന്തും ചെയ്യാനുള്ള ആ ഒരു മനസ്സിന്റെ പ്രതീകമാണ് ഈ കൊടുക്കുന്ന വസ്തുക്കൾ. ഇപ്പോ പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അസ്നാമി പ്രയതാത്മനഃ. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അസ്നാമി പ്രയതാത്മനഃ. അപ്പോ യഹ ഭക്തിയ, ഏതൊരുവനാണോ പ്രേമപൂർവം ഭക്തിപൂർവം ഭഗവാനോട് പരിപൂർണമായിട്ടുള്ള ആദരവോടും സ്നേഹത്തോടും കൂടെ പത്രം അല്ലെങ്കിൽ പുഷ്പം അല്ലെങ്കിൽ ഫലം അല്ലെങ്കിൽ തോയം മേ പ്രയച്ഛതി, എനിക്കായിക്കൊണ്ട് പ്രകർഷേണ യച്ഛതി സമർപ്പിക്കുന്നത്. എന്തൊക്കെയാണ് പത്രം? പത്രം എന്നാൽ ഒരു ഇല എന്നാണ് അല്ലേ. ഇന്ന് കടലാസും പത്രമാണ്, ചെക്കും ആവാം അല്ലേ. ഭഗവാൻ ഉദ്ദേശിച്ചത് ചെക്കല്ല, വെറും ഒരു തുളസീദളം. മഹാദേവനാണെങ്കിൽ ഒരു ബില്വദളം, ഗണപതി ഭഗവാനാണെങ്കിൽ ഒരു ദർഭ. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇലകളുണ്ട് അല്ലേ. അപ്പോൾ ഭഗവാന് തുളസീദളമാണ് പത്രം എന്നിവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ പ്രകൃതിയിൽ ഇഷ്ടംപോലെ സമൃദ്ധമായി കിട്ടുന്ന ഒരു തുളസീദളം പറിച്ച് ഭഗവാന് സമർപ്പിച്ചാൽ മതി, ഭഗവാൻ സന്തോഷിക്കും. പാഞ്ചാലിയുടെ അക്ഷയപാത്രത്തിൽ ഭഗവാൻ ഒരു കഷ്ണം ആ ശാഖാന്നം അല്ലേ, ഇലക്കറി ഒരു കഷ്ണം ഭുജിച്ച് സ്വയം പ്രസാദിച്ച് ദുർവാസാവിനെയും കൂടെ വന്നവരെയും പ്രസാദിപ്പിച്ച്, അല്ലെങ്കിൽ അവരുടെ വയറ് നിറച്ച് അവരിങ്ങോട്ട് വരാത്ത രീതിയിൽ അവരെ പറഞ്ഞയച്ചു. ആ പാഞ്ചാലിയുടെ പ്രേമപൂർവമായി കൊടുത്ത, മനഃപൂർവ്വം കൊടുത്തതല്ല,
ഭഗവാൻ പാഞ്ചാലിയുടെ പ്രേമം അറിയുന്നത് കൊണ്ട് അവിടെ ഒരു ഇലയുണ്ടാക്കി കഴിച്ചു, ഒരു കഷ്ണം ചീരയില. അപ്പം അതുപോലെ പ്രേമപൂർവ്വം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പത്രമായാലും ഒരു തുളസി ഇലയാണെങ്കിലും ഭഗവാന് പ്രീതികരമാണ്. ഫലം ഒരു പഴം. നമ്മൾ വിതുരൻ്റെ ഗൃഹത്തിൽ ഭഗവാൻ ചെന്നപ്പോൾ വിതുര പത്നി പഴം തൊലിച്ച് തോല് ഭഗവാനും പഴം കളയുകയും ചെയ്തു എന്നൊക്കെ കഥയുണ്ട് അല്ലേ? അങ്ങനെ തോല് കൊടുത്താലും മതി പ്രേമപൂർവമാണെങ്കിൽ. ശബരി ഭഗവാൻ ശ്രീരാമസ്വാമിക്ക് കൊടുത്ത പഴങ്ങൾ കടിച്ചു നോക്കി കൊടുത്തു എന്ന് പറയും, അത് ഭഗവാൻ സ്വീകരിച്ചു. അപ്പം അങ്ങനെ പ്രേമപൂർവം കൊടുക്കുന്നതായിട്ടുള്ള ഏതൊരു പഴവും ഭഗവാൻ സ്വീകരിക്കും. തോയം എന്ന് പറഞ്ഞാൽ അല്പം വെള്ളം. വേറൊന്നും കൊടുക്കാനില്ലെങ്കിലും വെള്ളം കൊണ്ട് ഭഗവാന് അഭിഷേകാദികൾ പാദ്യം അർഘ്യം ആചമനീയം എന്ന് പറഞ്ഞ് എല്ലാറ്റിനും വെള്ളം സമർപ്പിച്ചാലും മതി. അങ്ങനെ അല്പം വെള്ളം കൊടുത്താലും ഭഗവാൻ പ്രസാദിക്കും. അതുപോലെ പത്രം, പുഷ്പം, ഈ പൂക്കൾ, ഏതെങ്കിലും പൂക്കൾ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പൂക്കളെ പറിച്ച് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. ആ ഗജേന്ദ്രൻ ഒരു താമരപ്പൂ കൊണ്ട് ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചതുപോലെ നമ്മളും ഭക്തിയോടുകൂടി എന്താണ് പൂക്കൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് കൊടുക്കാം, ഭഗവാൻ സന്തോഷിക്കും. അപ്പോൾ യോമേ ഭക്തിയാ പ്രയച്ഛതി. അവിടെ എന്ത് കൊടുക്കുന്നു എന്നല്ല ഭഗവാൻ നോക്കുന്നത്, നിങ്ങൾ കൊടുക്കുന്നത് എത്ര നിസ്സാര വസ്തു ആയിക്കോട്ടെ, ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കുന്നതല്ല, പ്രകൃതിയിലുള്ളതാണ്. വെള്ളം പ്രകൃതിയിലുള്ളതാണ്, നമ്മളാരും ഉണ്ടാക്കിയതല്ല. പഴം പ്രകൃതി തരുന്നതാണ്, ഭഗവാൻ തന്നതാണ്. ഇലയാവട്ടെ ഭഗവാൻ തന്നതാണ്, അല്ലേ? പുഷ്പം ഭഗവാൻ തന്നതാണ്. അങ്ങനെ ഭഗവാൻ തന്നതിനെ ഭഗവാന് തന്നെ തിരിച്ചു കൊടുക്കുക. നമ്മളാരും ഒന്നും ഉണ്ടാക്കുന്നില്ല, ഒരു ശക്തിയും നമുക്കില്ല. ഇപ്പൊ നമ്മുടെ പ്രേമം പ്രകടിപ്പിക്കുവാനുള്ള ഒരു ടോക്കൺ എങ്ങനെയാണോ കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ അച്ഛൻ കൊടുത്ത വിഷുക്കൈ നീട്ടോ വേറെന്തെങ്കിലും സമ്മാനമായി കൊടുത്തതായിട്ടുള്ള പോക്കറ്റ് മണിയോ അതെല്ലാം എടുത്തു വെച്ച് അച്ഛൻ്റെ പിറന്നാളിന് അച്ഛന് സമ്മാനം കൊടുക്കുമ്പോൾ അച്ഛൻ എന്ത് സന്തോഷം ഉണ്ടാവും അല്ലേ? അച്ഛൻ തന്ന കൈനീട്ടം കൊണ്ട് കൂട്ടി വെച്ചിട്ട് അച്ഛനൊരു ഗ്രീറ്റിംഗ്സ് അല്ലെങ്കിൽ അച്ഛനൊരു സമ്മാനം, ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് എന്തെങ്കിലും ഒരു സമ്മാനം, ഒരു പേനയോ ഒരു ചായ കുടിക്കാനുള്ള ഒരു കപ്പ്, അല്ലേ? അതിൽ ദ വേൾഡ്സ് ബെസ്റ്റ് ഡാഡ് എന്നൊന്ന് ഇംപ്രിൻ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ അച്ഛൻ എത്ര സന്തോഷിക്കും. അപ്പം അതുപോലെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അതിനെ നിങ്ങളൊരു പ്രതീകാത്മകമായി പ്രകടിപ്പിക്കുക, ഞാനത് സ്വീകരിച്ചിരിക്കും. സ്നേഹം പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അത് ഭക്തിയോടുകൂടി ആരാണോ എനിക്ക് നൽകുന്നത്, തദഹം ഭക്തിയുപഹൃതം അസ്നാമി പ്രയതാത്മനഃ. പ്രയതാത്മനഃ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ യഥാത്മനഃ, മനസ്സിനെ അടക്കിയവൻ ആണ്, മനസ്സിനെ യമിച്ചവൻ, ശാന്തമാക്കിയവൻ. അപ്പോൾ മനഃശാന്തിയുള്ളവൻ, സ്വസ്ഥ മനസ്സോടുകൂടിയവനായിട്ടുള്ള വിനയാന്വിതനായ ഇന്ദ്രിയ നിയന്ത്രണമൊക്കെ ഉള്ള ഭക്തനായ അവൻ്റെ ഭക്തി ഉപഹൃതം. ഭക്തി ഉപഹൃതം, ഭക്തിയാ ഉപഹൃതം, ഭക്തി കൊണ്ട് ഉപഹരിച്ചത്, സമ്മാനിച്ചത്. ആ ഭക്തി കൊണ്ട് ഉപഹരിക്കപ്പെട്ട അതിനെ, ആ ശാന്ത മനസ്സോടുകൂടി അവൻ്റെ അതിനെ തത് അഹം അസ്നാമി, അതിനെ ഞാൻ അശിക്കുന്നു, ഞാൻ ഭുജിക്കുന്നു, അതെനിക്ക് പ്രിയതരമാണ്, അതുകൊണ്ട് ഞാൻ ഭുജിക്കുന്നു. അല്ലാത്തവർ നൽകുന്നതിനെ ഞാൻ ഭുജിക്കാറില്ല, ഞാൻ അനുഭവിക്കാറില്ല എന്നും കൂടി പറയാതെ പറയണം. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അസ്നാമി പ്രയതാത്മനഃ. ഭഗവാൻ ഇതേ ശ്ലോകം ഭഗവത്ഗീതയിലും 9-ാം അധ്യായത്തിൽ അർജുനനോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത്യുക്തോ വിദ്വിജസ്തസ്മൈ വ്രീഡിതഃ പതയേ ശ്രിയഃ പൃഥുകപ്രസൃതിം രാജൻ ന പ്രായച്ഛദവാങ്മുഖഃ. ഇത്യുക്തോ വിദ്വിജസ്തസ്മൈ വ്രീഡിതഃ പതയേ ശ്രിയഃ പൃഥുകപ്രസൃതിം രാജൻ ന പ്രായച്ഛദ് അവാങ്മുഖഃ. ഇതി ഉക്തഃ അപി
ഇപ്രകാരം പറയപ്പെട്ടിട്ടും വ്രീഡിതഃ ദ്വിജഃ, ലജ്ജിതനായ ആ ബ്രാഹ്മണൻ കുചേലൻ അവാങ്മുഖഃ, തലതാഴ്ത്തിയിരിക്കുകയാണ്, ഒന്നും മിണ്ടുന്നില്ല. താൻ കൊണ്ടുവന്നത് നിസ്സാര വസ്തുവാണ്, ഭഗവാൻ സന്തോഷിക്കും, ഭഗവാൻ ഇപ്പൊ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് കൊടുക്കാവുന്നതാണ് എന്ന് കരുതാതെ ലജ്ജയോടുകൂടി ഇരിക്കണം. എന്നാലും ഈ അവില് വേണോ എന്നുള്ള ചിന്തയിൽ അദ്ദേഹം വ്രീഡിതനായിട്ട്, ലജ്ജിതനായിട്ട്, അവാങ്മുഖനായിരിക്കുകയാണ്, തല താഴ്ത്തിയിരിക്കുകയാണ്. ശ്രിയഃ പതയേ തസ്മൈ പൃഥുകപ്രസൃതിം ന പ്രായച്ചത്. ശ്രിയഃ പതയേ തസ്മൈ, ലക്ഷ്മീപതിയായ അവനായിക്കൊണ്ട്. അപ്പൊ ലക്ഷ്മീപതി ആയതുകൊണ്ടാണ് ഒന്നും കൊടുക്കാതിരുന്നത് എന്ന്. കാരണം ഭഗവാന് ഈ നിസ്സാര വസ്തു കൊടുത്ത് ഭഗവാനെ നിന്ദിക്കേണ്ട, ഭഗവാനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചു കാണും. ലക്ഷ്മീപതിയായ എന്ന് വെച്ചാൽ അവിടെ ഐശ്വര്യം സമൃദ്ധമാണ്, ദ്വാരകയിൽ ഒരു കുറവുമില്ല. അങ്ങനെയുള്ള ലക്ഷ്മീപതിക്ക് ഞാൻ എന്ത് കൊടുക്കാനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തസ്മൈ പൃഥുകപ്രസൃതിം, പൃഥുകപ്രസൃതി എന്ന് പറഞ്ഞാൽ അവിലിന്റെ പൊതി, ആ അവിൽ മുഷ്ടികളുള്ള പൊതിയെ ന പ്രായച്ചത്, പ്രകർഷേണ യച്ചത് ന, അപ്പൊ കൊടുത്തില്ല എന്നർത്ഥം. കൊടുക്കാൻ തയ്യാറായില്ല, കൊടുക്കാൻ തോന്നിയില്ല, ലജ്ജിതനായി തലതാഴ്ത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ സർവഭൂതാത്മദൃക്സാക്ഷാത് തസ്യാഗമന കാരണം വിജ്ഞായ ചിന്തയന്നായം ശ്രീകാമോ മാ ഭജത്പുരാം. സർവഭൂതാത്മദൃക്സാക്ഷാത് തസ്യാഗമന കാരണം വിജ്ഞായ ചിന്തയന്നായം ശ്രീകാമോ മാ ഭജത്പുരാം. സർവഭൂത ആത്മദൃക്ക് സാക്ഷാത്, സർവഭൂതങ്ങളുടെയും ആത്മാവിനെ സാക്ഷാത് ദർശിക്കുന്നവനാണ്, നേരിൽ കാണുന്നവനാണ് ഭഗവാൻ. എല്ലാ വ്യാപാരങ്ങളും അറിയുന്നതായിട്ടുള്ള ഭഗവാൻ. തസ്യ ആഗമന കാരണം വിജ്ഞായ, ഈ കുചേലന്റെ വരവിന്റെ കാരണം അറിഞ്ഞിട്ട്. കുചേലൻ എന്തിനു വന്നത്? കുചേലൻ വന്നത് ഭഗവാനെ കാണാനാണ്. പക്ഷേ കുചേലൻ ആരാൽ പ്രേരിതനായിട്ടാണ് വന്നത്? ദേവിയാൽ, കുചേല പത്നിയാൽ പ്രേരിതനായിട്ടാണ് വന്നത്. അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് അചിന്തയത് ചിന്തിച്ചു. ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്താ? അയം ശ്രീകാമഃ മാ പുരാ ന അഭജത്. അദ്ദേഹം ഇതുവരേക്കും ശ്രീകാമനായിട്ട്, ഐശ്വര്യം കാമിക്കുന്നവനായിട്ട് മാ പുരാ ന അഭജത്, എന്നെ മുമ്പ് ഭജിച്ചിട്ടേ ഇല്ല. ഇതുവരയ്ക്കും ശ്രീ ആഗ്രഹിച്ചിട്ടില്ല, അഥവാ സമ്പത്ത് വേണമെന്ന് കുചേലൻ ആഗ്രഹിച്ച് ഭഗവാനെ ഭജിച്ചിട്ടില്ല. ഭഗവാനെ ഭജിച്ചിട്ടുള്ളത് ശ്രീകാമം കൂടാതെയാണ് എന്നർത്ഥം. അപ്പോ ബ്രാഹ്മണന് തന്നിൽ നിന്ന് ഐശ്വര്യമായിട്ടോ സമ്പത്തായിട്ടോ ഒന്നും ആഗ്രഹമില്ല. അദ്ദേഹം നിഷ്കാമനാണ്. പക്ഷേ അതിന്റെ പുറകിൽ ഇദ്ദേഹത്തെ പറഞ്ഞയച്ച ഒരാളുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. പത്ന്യാഹ പതിവ്രതായാസ്തു സഖാ പ്രിയ ചികീർഷയാ പ്രാപ്തോ മാം അസ്യ ദാസ്യാമി സമ്പദോ അമർത്യ ദുർലഭാഃ. പത്ന്യാഹ പതിവ്രതായാസ്തു സഖാ പ്രിയ ചികീർഷയാ പ്രാപ്തോ മാം അസ്യ ദാസ്യാമി സമ്പദോ അമർത്യ ദുർലഭാഃ. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്? പതിവ്രതായാഹ പത്ന്യാഹ പ്രിയ ചികീർഷയാ. പതിവ്രതായാഹ പത്ന്യാഹ, പതിവ്രതയായ അദ്ദേഹത്തിന്റെ പത്നിയുടെ പ്രിയ ചികീർഷയാ, പ്രിയം കർത്തുമിച്ഛയാ, അവൾക്ക് പ്രിയം ചെയ്യാൻ വേണ്ടി അവളുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് സഖാ, എന്റെ കൂട്ടുകാരൻ, എന്റെ പ്രിയപ്പെട്ട സഖാവ്, മാം പ്രാപ്തഃ, ഇവിടെ എന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അസ്യ അമർത്യ ദുർലഭാഃ സമ്പദഃ ദാസ്യാമി. ഭഗവാൻ നിശ്ചയിക്കുകയാണ്, അസ്യ, ഇദ്ദേഹത്തിന് അമർത്യ ദുർലഭാഃ, ദേവന്മാർക്ക് പോലും ദുർലഭമായിട്ടുള്ളത്, അമർത്യാനാമപി ദുർലഭം, അമർത്യന്മാർ ദേവന്മാർ, അപ്പൊ ദേവന്മാർക്ക് പോലും ദുർലഭങ്ങളായിരിക്കുന്ന സമ്പദഃ ദാസ്യാമി, ഐശ്വര്യത്തെ, സമ്പത്തുക്കളെ എല്ലാം ഞാൻ കൊടുക്കും. കുചേലൻ ചോദിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പത്നി ഇദ്ദേഹത്തെ നിർബന്ധിച്ച് അയച്ചിരിക്കുന്നത് എന്തെങ്കിലും ഭഗവാനിൽ നിന്ന് സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ സഖാവ് വന്നിരിക്കുന്നത് ആ
പതിവ്രതയുടെ വാക്ക് കേട്ടിട്ടാണ്. അതുകൊണ്ട് ഇദ്ദേഹം തിരിച്ചു പോകുമ്പോൾ വെറും കൈയോടെ പോവില്ല. വന്ന കാര്യം സാധിച്ചിട്ടേ പോളൂ. ഇദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ട സഖാവാണ്. അദ്ദേഹത്തിൻ്റെ പത്നി എനിക്ക് സഹോദരി തുല്യയാണ്. അതുകൊണ്ട് അവരുടെ ആഗ്രഹത്തെ ഞാൻ സാധിച്ചു കൊടുക്കും. അതും സാധാരണ രീതിയിലല്ല, അമർത്യ ദുർലഭങ്ങളായ സമ്പത്തുക്കളെ ഇവർക്ക് കൊടുക്കും. കാരണം ഇവരത് അർഹിക്കുന്നുണ്ട്. ഇവരത്രയും യോഗ്യരായിട്ടുള്ള പാത്രങ്ങളാണ്. അതുകൊണ്ട് ഈ പാത്രത്തിൽ ഞാൻ വാരിക്കോരി കൊടുക്കും എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. എന്നിട്ട് ഇത്തം വിചിന്യവസനാത് ക്ഷീരബദ്ധാത് ദ്വിജന്മനഃ സ്വയം ജഹാര കിമിദം ഇതി പൃഥുകതണ്ഡുലാൻ. ഇത്തം വിചിന്യവസനാത് ക്ഷീരബദ്ധാത് ദ്വിജന്മനഃ സ്വയം ജഹാര കിമിദം ഇതി പൃഥുകതണ്ഡുലാൻ. ഇത്തം വിചിന്യ, മുൻ പറഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞതുപോലെ ഭഗവാൻ ചിന്തിച്ച് നിശ്ചയിച്ച്, ഇദ്ദേഹം എന്നെ ശ്രീകാമനായി ഭജിച്ചിട്ടില്ല, എന്നാൽ അദ്ദേഹത്തിന്റെ പത്നി ഇദ്ദേഹത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നിൽ നിന്ന് എന്തെങ്കിലും അനുഗ്രഹം ലഭിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടുപേരെയും അനുഗ്രഹിച്ചുകൊണ്ട് അമർത്യ ദുർലഭങ്ങളായ സമ്പത്ത് കൊടുക്കും എന്ന് നിശ്ചയിച്ച് ഇത്തം വിചിന്യ ക്ഷീരബദ്ധാത് ദ്വിജന്മനഃ വസനാത്. ക്ഷീരം എന്ന് പറഞ്ഞാൽ വസ്ത്രമെന്നും മരവിരി എന്നും അർത്ഥമുണ്ട്. അപ്പൊ മരവുരി എടുക്കുക എന്നുള്ള ആ മരവിരി കൊണ്ട് വസ്ത്രത്തെ മറച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ക്ഷീരബദ്ധാത്, മരവിരിയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ ദ്വിജന്മനഃ വസനാത്, ആ ബ്രാഹ്മണോത്തമന്റെ വസ്ത്രത്തിൽ നിന്ന്. അപ്പൊ കക്ഷത്തിൽ നിന്നല്ല, വസ്ത്രത്തിൽ നിന്ന്. വസനാത്. അപ്പൊ അരയില് മുണ്ട് അല്ലേ, വസ്ത്രം വേഷ്ടി അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് അതിന്റെ മേലെ കച്ച പോലെ ചീരം ബന്ധിച്ചിട്ടുണ്ടാവും. ആ ചീരബന്ധത്തിന്റെയും വസ്ത്രത്തിന്റെയും ഇടയില് അരയില് മടിക്കുത്തിൽ ഈ അവിൽമണികൾ ബന്ധിച്ചു വെച്ചിട്ടുണ്ടാവും. മറ്റൊരു തുണിയിൽ അമ്മ ബന്ധിച്ചു കൊടുത്തു. ചൈലഖണ്ഡേന താൻ ബദ്ധ്വ, ഒരു ചേലാഖണ്ഡം കൊണ്ട് ഒരു തുണി കഷ്ണത്തിൽ ബന്ധിച്ചിട്ടാണ് കിഴിയാക്കി കൊടുത്തിട്ടുള്ളത്. ആ കിഴിയെ തന്റെ വസനത്തിൽ അഥവാ വസ്ത്രത്തിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. ഉത്തരീയം കൊണ്ടും അതിനെ മറച്ചിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഭഗവാൻ അത് കണ്ടുപിടിച്ചു. അങ്ങനെ ആ വസനാത് ദ്വിജന്മനഃ വസനാത്, ആ ബ്രാഹ്മണോത്തമന്റെ വസ്ത്രത്തിൽ നിന്ന് പൃഥുകതണ്ഡുലാൻ ജഹാര, ആ പൃഥുകതണ്ഡുലങ്ങളെ, അവിൽമണിയെ, ആ ധാന്യത്തെ ജഹാര ഹരിച്ചു. എന്ത് പറഞ്ഞുകൊണ്ട്? കിമിതം ഇതി, എന്താ ഇത്? അപ്പൊ എന്തോ സമ്മാനം വിലപ്പിടിച്ചത് കണ്ടുപിടിച്ച ആ ഒരു ഭഗവാന്റെ ആശ്ചര്യവും ഔത്സുക്യവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്താ ഇത് എന്ന് പറഞ്ഞുകൊണ്ട്. കിമിതം ഇതി സ്വയം ജഹാര, കുചേലൻ കൊടുത്തില്ല, ഭഗവാൻ തന്നെ സ്വയമേവ ഹരിച്ചെടുത്തു, അപഹരിച്ചെടുത്തു എന്നർത്ഥം. കൊടുക്കാതിരുന്നപ്പോ തപ്പി പിടിച്ചെടുത്തു. ഭഗവാൻ തപ്പിയിട്ടുണ്ടാവും, കുചേലന്റെ ദേഹത്ത് അരയിലൊക്കെ തപ്പിയിട്ടുണ്ടാവും. തപ്പിയപ്പോഴാണ് പിടികിട്ടിയത്. ഇതെന്താ അത്? ആ പിടിച്ചെടുത്തിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? നന്മേതതുപനീതം മേ പരമപ്രീണനം സഖേ തർപ്പയന്ത്യംഗമാം വിശ്വം ഏതേ പൃഥുകതണ്ഡുലാഃ. നന്മേതതുപനീതം മേ പരമപ്രീണനം സഖേ തർപ്പയന്ത്യംഗമാം വിശ്വം ഏതേ പൃഥുകതണ്ഡുലാഃ. ഭഗവാൻ അതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. എത്ര നല്ല വാക്കുകളാണ് ഭഗവാൻ പറയുന്നത് നോക്കൂ. സഖേ, എൻ്റെ പ്രിയ കൂട്ടുകാരാ, ഇത് പരമപ്രീണനമേതത് മേ ഉപനീതം. ഏതത് ഉപനീതം, ഈ ഉപനയിച്ച സമ്മാനം, മേ പരമപ്രീണനം നനു, ഇതെനിക്ക് വളരെ പ്രീതിയുള്ളതാണല്ലോ, എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന സാധനമാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. ഹേ അങ്ക, അല്ലയോ പൂജ്യനായ കുചേല, ഏതേ പൃഥുകതണ്ഡുലാഃ വിശ്വം മാം തർപ്പയന്തി. ഈ പൃഥുകതണ്ഡുലങ്ങൾ, ഈ അവിൽമണികൾ, ഈ അവിലരികൾ, വിശ്വം മാം തർപ്പയന്തി, വിശ്വം വിശ്വത്തെ തന്നെ, മാം എന്നെ തന്നെ. അപ്പൊ എന്നെയും വിശ്വത്തെയും തർപ്പിക്കാൻ, തൃപ്തിപ്പെടുത്താൻ പര്യാപ്തമാണിത് എന്നർത്ഥം. ഇനി വിശ്വം എന്നുള്ളത് ഭഗവാന്റെ ആദ്യത്തെ പേരാണ് വിഷ്ണു സഹസ്രനാമത്തിലെ, അല്ലേ? അപ്പൊ വിശ്വനായ എന്നെ എന്ന്
മാം എന്നുള്ളതിൻ്റെ വിശേഷണമായിട്ടാണ് വിശ്വം എന്ന് പറഞ്ഞത്. വിശ്വമൂർത്തിയായ എന്നെ പ്രസാദിപ്പിക്കാൻ ഇത് ധാരാളം മതി. ഭഗവാൻ വേറെ വിശ്വം വേറെയല്ല. വിശ്വം മാം, വിശ്വസ്വരൂപനായിരിക്കുന്ന വിശ്വസ്മയി നമഃ എന്ന് നിങ്ങൾ പൂജിക്കുന്ന വിശ്വസ്വരൂപനായ എന്നെ സന്തോഷിപ്പിക്കാൻ ഈ അവിൽമണികൾ ധാരാളമാണല്ലോ, ഇതെന്നെ തൃപ്തിപ്പെടുത്തുമല്ലോ എന്ന് പറഞ്ഞാലോ, ആ ഭഗവാൻ പ്രീതിപ്പെട്ടാൽ വിശ്വമേ പ്രീതിപ്പെടും. വിശ്വസ്വരൂപനാണ് ഭഗവാൻ. ഭഗവാൻ അത് കഴിച്ചു കഴിഞ്ഞാൽ വിശ്വം തൃപ്തമാകും, എല്ലാവർക്കും തൃപ്തിയുണ്ടാകും. ആ അർത്ഥത്തിൽ വേണം നമ്മൾ ഭഗവാന് എന്തും നിവേദിക്കാൻ. എന്ത് കൊടുക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശ്വമൂർത്തിയായ ഭഗവാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. വിശ്വം മുഴുവനുള്ള ആളുകൾക്ക് നടന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള ശക്തി ഇപ്പം ഇല്ല. അതുകൊണ്ട് വിശ്വമൂർത്തിയായ അങ്ങയെ പൂജിക്കുന്നു. അങ്ങയിൽ ചെയ്യുന്ന ഈ പൂജ കൊണ്ട് ഈ വിശ്വം തന്നെ തൃപ്തിപ്പെടട്ടെ, വിശ്വമൂർത്തിയായ അങ്ങ് പ്രസാദിച്ചാലും എന്ന് പറഞ്ഞു വേണം ഭഗവാന് നമ്മൾ നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കാനായിക്കൊണ്ട്. ആ ഭഗവാന്റെ മുമ്പിൽ കാണിച്ചാൽ വിശ്വത്തിന് മുഴുവൻ ആയി അല്ലേ. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന് പറയും പോലെ ഭഗവാന് ചെയ്യുന്നതെല്ലാം ലോകത്തിന് മുഴുവനായി. ഒരു വൃക്ഷത്തിന്റെ വേരിൽ വെള്ളമൊഴിച്ചാൽ ആ വൃക്ഷത്തിന്റെ ശാഖകൾക്കും അതിന്റെ ഇലകൾക്കും പുഷ്പങ്ങൾക്കും എല്ലാം വെള്ളം കിട്ടും പോലെ ഭഗവാന് പൂജിച്ചു കഴിഞ്ഞാൽ വിശ്വമേ തൃപ്തിപ്പെടും. അതാണ് ഇവിടെ താല്പര്യം. ഇത് എന്നെ, വിശ്വരൂപനായ എന്നെ തൃപ്തിപ്പെടുത്താൻ ഇത് പര്യാപ്തമാണ്. അന്വേതതുപനീതം മേ പരമപ്രീണനം സഖേ തർപ്പയന്ത്യംഗമാം വിശ്വം ഏതേ പൃഥുഗതണ്ഡുലാഃ ഇതി മുഷ്ടിം സകൃജ്ജഗ്ധ്വാ ദ്വിതീയാം ജഗ്ധുമാദദേ താവൽ ശ്രീജഗൃഹേ ഹസ്തം തൽപരാ പരമേഷ്ഠിനഃ ഇതി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുഷ്ടിം സകൃജ്ജഗ്ധ്വാ, സകൃത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ, മുഷ്ടിം ജഗ്ധ്വാ ഒരു മുഷ്ടിയെടുത്ത് ഭക്ഷിച്ചിട്ട്, ഭഗവാൻ ഒരു പിടിയെടുത്ത് ഒരു മുഷ്ടിയെടുത്ത് ആദ്യം ഭക്ഷിച്ചു. ജഗ്ധ്വാ എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചിട്ട്, ദ്വിതീയാം ജഗ്ധും ആദദേ രണ്ടാമത്തെ മുഷ്ടിയെയും ഭക്ഷിക്കുവാനായിക്കൊണ്ട് സ്വീകരിച്ചു. രണ്ടാമത്തെ പിടി കയ്യിലേക്ക് എടുത്തു ഭക്ഷിക്കാനായിക്കൊണ്ട് തുടങ്ങി. ആ സമയത്ത് തത്പരാ ശ്രീഹി പരമേഷ്ഠിനഃ ഹസ്തം ജഗൃഹേ. തത്പരാ ശ്രീഹി ലക്ഷ്മീദേവി തന്നെയാണ് ഇവിടെ രുക്മിണി രൂപത്തിൽ നിൽക്കുന്നത്. ആ ലക്ഷ്മീദേവി തത്പരയാണ്. തത്പര എന്ന് പറഞ്ഞാലോ ഭഗവാനെ തന്നെ പരമമായി കരുതി പതിവ്രതയായിരിക്കുന്നവൾ, ഭഗവാനെ മാത്രം ആശ്രയിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവൾ, ഭഗവാനെ വിട്ട് എവിടേക്കും പോകാൻ താല്പര്യമില്ലാത്തവൾ. കാരണം ഭഗവാനിന് രണ്ടാമത്തെ പിടിയും കൂടി ഭുജിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മീദേവി തന്നെ സ്വയം കുചേലന്റെ ഗൃഹത്തിലെ ദാസിയായി പോയി നിൽക്കേണ്ടി വരും. അത് ലക്ഷ്മീദേവിക്ക് സമ്മതമല്ല. പതിവ്രതയാണ്. പതിവ്രത ഭർത്താവിനെ സേവിക്കുക എന്നുള്ളതാണ് പതിവ്രതാധർമ്മം. അത് ഭഗവാനെ തന്നെ സേവിക്കാനുള്ള ആ ഒരു തീവ്രമായിട്ടുള്ള നിശ്ചയം കൊണ്ട് തൽപരയായ ദേവി തന്നെ കുചേലന്റെ ഗൃഹത്തിലേക്ക് പറഞ്ഞയക്കരുതേ എന്നുള്ള ഭാവത്തില് ഭഗവാന്റെ കൈ തടഞ്ഞു പിടിച്ചു. ജഗൃഹേ ധരിച്ചു. ഭഗവാൻ ഭക്ഷിച്ചുവെങ്കിൽ താനും പോയി ദാസിയായി നിൽക്കണം അവിടെ. അപ്പൊ അത് സമ്മതമല്ല. അതാണ് തൽപര പരമേഷ്ഠിനഃ എന്നുള്ള. പരമേഷ്ഠി ഭഗവാൻ, എല്ലാം വലിയ കാര്യങ്ങളും ചെയ്യുന്നവൻ. ആ ഭഗവാന്റെ ഹസ്തം ജഗൃഹേ കൈ പിടിച്ചു. മതി. അത് പറയണം അടുത്ത ശ്ലോകത്തില്. ഏതാവതാലം വിശ്വാത്മൻ സർവസമ്പത് സമൃദ്ധയേ അസ്മിൻ ലോകേ അഥവാ മുഷ്മിൻ പുംസഃ ത്വത്തോഷകാരണം. ഏതാവതാലം വിശ്വാത്മൻ സർവസമ്പത് സമൃദ്ധയേ അസ്മിൻ ലോകേ അഥവാ മുഷ്മിൻ പുനസ്ത്വത്തോഷകാരണം. ഭഗവാനെ സംബോധന ചെയ്യുന്നത് തന്നെ വിശ്വാത്മൻ. ഹേ വിശ്വം തന്നെ ആത്മാവായിരിക്കുന്നവനെ, സർവാന്തര്യാമിയായിട്ടുള്ളവനെ, എല്ലാം അറിയുന്നവനെ, എന്റെ മനസ്സിലുള്ളതും അങ്ങേക്കറിയാലോ,
അങ്ങ് തന്നെയാണ് എല്ലാം ആയിരിക്കുന്നതും. അങ്ങനെയുള്ള അങ്ങ് പ്രസാദിച്ചു കഴിഞ്ഞിരിക്കണു കുചേലന്റെ നേരെ. വിശ്വാത്മൻ ത്വത്തോഷകാരണം പുംസഃ അസ്മിൻ ലോകേ അഥവാ അമുഷ്മിൻ ലോകേ സർവസമ്പത് സമൃദ്ധയേ ഏതാവതാ അലം. ഏതാവതാ അലം, ഏതാവതാ എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം കൊണ്ട്, അലം പര്യാപ്തം മതി, ഇതുതന്നെ ധാരാളമായി എന്നർത്ഥം. അങ്ങ് ഒരു പിടി ഭക്ഷിച്ചില്ലേ, അതുകൊണ്ട് തന്നെ ത്വത്തോഷകാരണം, അങ്ങയുടെ സന്തോഷ കാരണമായി കഴിഞ്ഞിരിക്കുന്നു. പുംസഃ അസ്മിൻ ലോകെ, ഒരു പുരുഷന് ഈ ലോകത്തിലോ അഥവാ അമുഷ്മിൻ ലോകെ പരലോകത്തിലോ അയാൾ എവിടെ ചെന്നാലും അതിന് വേണ്ടതായിട്ടുള്ള സർവ സമ്പദ് സമൃദ്ധയേ, അയാൾക്ക് ആവശ്യമായിട്ടുള്ള സർവസമ്പത്തുക്കളുടെയും സമൃദ്ധിക്കായിക്കൊണ്ട് ഏതാവത അലം, ഇത്രമാത്രം കൊണ്ട് ധാരാളമായി. അപ്പോൾ അങ്ങ് ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് ഈ ലോകത്തിലും പരലോകത്തിലും വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞിരിക്കണു, സർവ്വസമ്പത്തും കൊടുത്തു കഴിഞ്ഞിരിക്കണു. ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള അഥവാ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള സകല സമ്പത്തുക്കളും കൊടുത്തിരിക്കണു. എല്ലാ പുണ്യവും കൊടുത്തിരിക്കണു. ദൈവീ സമ്പത്തെല്ലാം കൊടുത്തിരിക്കുന്നു. ബാഹ്യസമ്പത്ത് മാത്രമല്ല, ഭൗതിക സമ്പത്ത് മാത്രമല്ല, സകല സമ്പത്തും കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങും സന്തോഷിച്ചിരിക്കുന്നു. ആ വന്ന ആളും വളരെയധികം സന്തോഷിക്കും. സമ്പത്ത് സമൃദ്ധയെ ഏതാവതാ അലം, എല്ലാ സമ്പദ് സമൃദ്ധിക്കും ഇതുകൊണ്ട് ധാരാളം. അതുകൊണ്ട് അങ്ങ് മതി, ഒരു പിടി കഴിച്ചില്ലേ, ബാക്കി ഞങ്ങൾക്ക് തരൂ എന്ന മട്ടില് ഞങ്ങൾക്കും വേണ്ടേ പ്രസാദം. വിശിഷ്ടമായിട്ടുള്ള ഭോജ്യമല്ലേ അങ്ങയുടെ കൂട്ടുകാരൻ കൊണ്ടുവന്നിരിക്കുന്നത്, അത് ഒറ്റയ്ക്ക് അങ്ങോട്ട് ഭക്ഷിച്ചാൽ മതിയോ? അപ്പോൾ ഞങ്ങൾക്കും അല്പാൽപ്പം പ്രസാദം കഴിക്കാൻ വേണം എന്ന മട്ടില് ഭഗവാനിൽ നിന്ന് പിടിച്ചെടുത്തു എന്നർത്ഥം. അങ്ങനെ കുചേലന് ഭഗവാൻ പറയാതെ തന്നെ ഈ ഭഗവാൻ ഭക്ഷിച്ച ഓരോ മണി അവിലിനും അവിടെ എത്രയോ വിലമതിക്കാനാവാത്ത സമ്പദ് സമൃദ്ധി കൊടുത്തു കഴിഞ്ഞിരിക്കണം. ഭഗവാൻ പറഞ്ഞൊന്നുമില്ല, പ്രകടിപ്പിച്ചൊന്നുമില്ല. ഞാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട് കേട്ടോ, കൊടുത്തിട്ടുണ്ട് കേട്ടോ, വീട്ടിൽ ചെല്ലുമ്പോൾ കാണാട്ടോ എന്നൊന്നും പറഞ്ഞില്ല. ഒന്നും മിണ്ടാതെ ഭക്ഷിച്ചു, പ്രസാദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെന്ത് ചെയ്തു? ബ്രാഹ്മണസ്താം തുരചനീം ഉഷിത്വാ അച്യുതമന്ദിരേ ഭുക്ത്വാ പീത്വാ സുഖം മേനെ ആത്മാനം സ്വർഗദം യഥാ. ബ്രാഹ്മണസ്താം തുരചനീം ഉഷിത്വാ അച്യുതമന്ദിരേ ഭുക്ത്വാ പീത്വാ സുഖം മേനെ ആത്മാനം സ്വർഗദം യഥാ. ബ്രാഹ്മണഃ തു താം രജനീം അച്യുതമന്ദിരേ സുഖം ഉഷിത്വാ. ആ ബ്രാഹ്മണനാകട്ടെ കുചേലനാകട്ടെ താം രജനീം ആ രാത്രിയെ അച്യുതമന്ദിരേ ഭഗവാന്റെ ഗൃഹത്തില് സുഖം ഉഷിത്വാ സുഖമായി വസിച്ചിട്ട് ഒരു ദിവസം ഭഗവാന്റെ കൂടെ ആനന്ദമായി വൈകുണ്ഠത്തിൽ കഴിയുമ്പോൾ കഴിഞ്ഞു. അച്യുതമന്ദിരേ സുഖം ഉഷിത്വാ ഭുക്ത്വാ പീത്വാ, ഭക്ഷണങ്ങളൊക്കെ നല്ലോണം കഴിച്ച് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് കുടിക്കാനുള്ള കാര്യങ്ങളൊക്കെ കുടിച്ച് പീത്വാ ആത്മാനം സ്വർഗദം യഥാമേനേ, തന്നെ തന്നെ സ്വർഗത്തിൽ പ്രാപിച്ചവൻ എന്ന് കരുതി. ഇതെന്താ താൻ സ്വർഗത്തിലെത്തിയിരിക്കുന്നല്ലോ എന്നിങ്ങനെ അദ്ദേഹം സ്വയം സന്തോഷിച്ചു. ധന്യനായി ഭഗവാന്റെ കൂടെ കഴിഞ്ഞ ആ രാത്രി അദ്ദേഹത്തിന് സ്വർഗത്തിനേക്കാൾ സുന്ദരമായിട്ടുള്ള രാത്രിയാണ്, വൈകുണ്ഠം ഗമിച്ചതുപോലെ തന്നെ. അങ്ങനെ അദ്ദേഹം സന്തോഷമായി കഴിച്ചുകൂട്ടി, ഒരു രാത്രി കഴിച്ചുകൂട്ടി. ഭഗവാനുമായി കഥകളൊക്കെ പറഞ്ഞ് വളരെ വൈകിട്ടായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക. എന്തായാലും ശോഭൂതേ വിശ്വഭാവേന സ്വസുഖേനാഭിവന്ദിതഃ ജഗാമ സ്വാലയം താത പത്യനുവ്രജ്യ നന്ദിതഃ. ശോഭൂതേ വിശ്വഭാവേന സ്വസുഖേനാഭിവന്ദിതഃ ജഗാമ സ്വാലയം താത പത്യനുവ്രജ്യ നന്ദിതഃ. ഹേ താത, അല്ലയോ പരീക്ഷിത്തേ, മോനെ, ശോഭൂതേ പിറ്റേ ദിവസമായപ്പോൾ, സ്വഹ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം,
അപ്പോൾ ശ്വാഭൂതേ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ വിശ്വഭാവേന സ്വസുഖേന അഭിവന്ദിത. വിശ്വഭാവേന വിശ്വത്തെ മുഴുവൻ ഭവിപ്പിക്കുന്നവൻ, അഭിവൃദ്ധി പ്രാപിപ്പിക്കുന്നവൻ സ്വസുഖനാണ് ഭഗവാൻ. തന്നിൽ തന്നെ സ്വന്തം ആനന്ദത്തിൽ രമിക്കുന്നവനാണ്, പൂർണ്ണനാണ്. ആത്മാരാമനായിരിക്കുന്ന ആ ഭഗവാനാൽ അഭിവന്ദിത, വേണ്ട പോലെ വന്ദിക്കപ്പെട്ടവനായി, ആദരിക്കപ്പെട്ടവനായിട്ട്, നന്ദിത വേണ്ട പോലെ സന്തോഷിപ്പിക്കപ്പെട്ടവനായിട്ട്, ആനന്ദിപ്പിക്കപ്പെട്ടവനായിട്ട്, പഥി അനുവ്രജ്യ സ്വാലയം ജഗാമ. പഥി പിന്നീട് രാവിലെ എഴുന്നേറ്റ് യാത്ര അയക്കുമ്പോൾ പതി മാർഗത്തിൽ അനുവ്രജ്യ, അനുവ്രജനം ഭഗവാൻ ചെയ്യുന്നു, വഴിക്കൂട്ടുക, അല്ലെ, പിന്നാലെ ചെന്ന് യാത്രയാക്കുക. എന്നിട്ട് സ്വാലയം ജഗാമാം, കുചേലൻ തന്റെ ആലയത്തിലേക്ക് ഗമിച്ചു, തന്റെ ഗൃഹത്തിലേക്ക് വന്നിടത്തേക്ക് അദ്ദേഹം മടങ്ങിപ്പോവുകയാണ്. ഇപ്പൊ ഭഗവാൻ എല്ലാ സന്തോഷവും കൊടുത്ത് ആനന്ദിപ്പിച്ച് രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ കൊടുത്തിട്ടായിരിക്കും സന്തോഷിപ്പിച്ച് പോകാൻ മനസ്സില്ല കുചേലന്, ഭഗവാനെ വിടാനും മനസ്സില്ല. പക്ഷേ അവിടെ എന്താ പറയുക, ഭഗവാൻ കൊടുത്ത ഐശ്വര്യം കൊണ്ട് ശ്വാസം മുട്ടിയിരിക്കുകയാണ് അവിടെ കുചേല പത്നി, അല്ലേ. അവർക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വരാം ചിലപ്പോൾ. അവര് ഭർത്താവിനെ കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഈ സന്തോഷം അറിയിക്കാനും പങ്കിടാനും. അപ്പൊ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഭഗവാൻ പിടിച്ചു നിർത്തിയില്ല, യാത്രയാക്കുകയാണ് കൂടെ ചെന്നിട്ട്. അങ്ങനെ പതി അനുവ്രജ്യ നന്ദിത, സന്തോഷിപ്പിച്ചുകൊണ്ട് സ്വാലയം ജഗാമ, തന്റെ ആലയത്തിലേക്ക് ഗമിച്ചു. സചാലബ്ധ്വാദനം കൃഷ്ണാത് നതു യാചിതവാൻ സ്വയം സ്വഗൃഹാൻ വ്രീഡിതോ അഗച്ഛത് മഹദ്ദർശന നിർവൃതഃ. സചാലബ്ധ്വാധനം കൃഷ്ണാത് നതു യാചിതവാൻ സ്വയം സ്വഗൃഹാൻ വ്രീഡിതോ അഗച്ഛത് മഹദ്ദർശന നിർവൃതഃ. സഹ കൃഷ്ണാത് ധനം അലബ്ധ്വാ, സഹ അലബ്ധ്വാ ധനം കൃഷ്ണാത്, അവനാകട്ടെ കുചേലനാകട്ടെ കൃഷ്ണനിൽ നിന്ന് ധനം അലബ്ധ്വ, ധനം ലഭിക്കാതെ ഒന്നും ഭഗവാൻ സമാനമായിട്ട് കൊടുത്തില്ല. ഒരു കാര്യവും, ഒരു പണക്കിഴിയോ എന്തെങ്കിലും സമ്മാനങ്ങളോ ഒന്നും കൊടുക്കാതെ, അലബ്ധ്വ കൃഷ്ണാത് ധനം അലബ്ധ്വ സ്വയം നതു യാചിതവാൻ, സ്വയം അദ്ദേഹം ചോദിച്ചതും ഇല്ല. ഭഗവാനോട് വല്ലതും തരുമോ, ദാരിദ്ര്യമുണ്ട്, എൻ്റെ ഭാര്യ പറഞ്ഞയച്ചതാണ്, ഒന്നും ചോദിച്ചില്ല. അതൊന്നും ചോദിക്കാനുള്ള ഒരു ഇത് തോന്നിയില്ല അദ്ദേഹത്തിന്. വ്രീഡിത, ആ വിഷയത്തിൽ അദ്ദേഹത്തിന് വലിയ ലജ്ജയാണ് തോന്നിയത്. അയ്യേ, ഭഗവാനോട് ഇത്രയും ലക്ഷ്മീപതിയായി എന്നെ ഇങ്ങനെ സ്നേഹപൂർവം സ്വീകരിച്ച ആ ഭഗവാനോട് ദാരിദ്ര്യം പറഞ്ഞ് വല്ലതും ചോദിച്ചു മേടിക്കുകയോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് സ്വയം ചിന്തിച്ചു. അങ്ങനെ ലജ്ജിതനായിട്ട് അതിനൊന്നും മെനക്കെട്ടില്ല. വ്രീഡിത മഹദ്ദർശന നിർവൃത സ്വഗൃഹാനഗച്ഛത്, ആ മഹദ്ദർശന, മഹാത്മാവായ ഭഗവാന്റെ ദർശനം കൊണ്ട് നിർവൃത, നിറഞ്ഞവനായിട്ട്, ആ ഒരു തൃപ്തിയോടെ നിറവോടുകൂടെ വന്ന കാര്യം സാധിച്ചുവല്ലോ. താൻ വന്നത് അതിനാണ്. അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശനം. അപ്പൊ താൻ വന്ന കാര്യം നന്നായി സാധിച്ചതിലുള്ള നിർവൃതിയോടെ അദ്ദേഹത്തോട് ധനം ചോദിക്കുക എന്നുള്ളത് വളരെ ലജ്ജാകരമായിട്ടുള്ള പ്രവൃത്തിയാണെന്നുള്ള ബോധത്തോടെ, അതിനൊന്നും മെനക്കെടാതെ, തനിക്ക് അങ്ങനൊരു ആഗ്രഹം തോന്നുന്നത് പോലും ലജ്ജാകരമാണെന്ന് ചിന്തിച്ചുകൊണ്ട്, തന്നെ തന്നെ നൽകിയ ഭഗവാനെ കുറിച്ച് ഓർത്തുകൊണ്ട് നിർവൃതനായിക്കൊണ്ട് സ്വഗൃഹാൻ അകച്ചത്, സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്, ഗമിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ അദ്ദേഹം ചിന്തിക്കുന്നു ഭഗവാന്റെ ആ ഒരു സ്നേഹ ലാളനങ്ങൾ, ഭഗവാൻ കാണിച്ച ബഹുമാനം, ഭക്തവാത്സല്യം, എന്തെല്ലാം ഭാവങ്ങളാണ് ഭഗവാൻ പ്രകടിപ്പിച്ചത്, ആ ബ്രഹ്മണ്യത, അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട് സ്വയം ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ ആ ഒരു മഹിമയെ ചിന്തിച്ചുകൊണ്ട് മടങ്ങുകയാണ്. അങ്ങനെ മടങ്ങുമ്പോഴാണ് അദ്ദേഹം വഴിതെറ്റിയോ എന്ന് വിചാരിക്കുന്നത്. ഇവിടെ തൻ്റെ സ്വന്തം ഗൃഹത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് അവിടുത്തെ ഐശ്വര്യം കണ്ട്
താൻ വഴിതെറ്റി വന്നതാണോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ കുചേലന്റെ ദാസന്മാര് അവരോടുകൂടി കുചേല പത്നി ലക്ഷ്മി ദേവിയെ പോലെ പുറത്തേക്ക് വരുന്നത്. അവരെ കണ്ടപ്പോഴാണ് ഇത് തൻ്റെ ഗൃഹം തന്നെയെന്ന് മനസ്സിലായത്. അങ്ങനെ അവർ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ആ രംഗങ്ങളൊക്കെയാണ് നമുക്ക് വൈകിട്ട് കാണാം. ഇപ്പോൾ സമർപ്പിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നമുക്ക് കഥ വൈകുന്നേരം തുടരാം. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനം.